ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മധുരം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഞാൻ വളരെയധികം സന്തോഷത്തോടെ കണ്ടിരുന്ന, വളരെയധികം ആസ്വദിച്ച ഒരു സിനിമയാണ് മധുരം എന്ന് പറയുന്നത്. ഈ വീഡിയോ എന്ന് പറയുന്നത് മധുരം മൂവിയെക്കുറിച്ചുള്ള ഒരു റിവ്യൂവോ അല്ലെങ്കിൽ ഒരു അനാലിസിസ് വീഡിയോയോ അങ്ങനെയൊന്നും അല്ല. നേരെ മറിച്ച് ആ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം, അതിൽ പറയുന്ന ഈ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള റിലേഷൻഷിപ്പുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊരു ഉൾക്കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. ശരിക്കും മധുരം എന്ന് പറയുന്ന മൂവി ഞാൻ വളരെയധികം ആസ്വദിച്ചൊരു മൂവിയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രാധാന്യം, ആത്മാർത്ഥമായിട്ടുള്ള ബന്ധങ്ങളുടെ പ്രാധാന്യം ജീവിതത്തിൽ എന്തുമാത്രം അത് ഗുണകരമാവുന്നുണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അയാളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അയാളുടെ ജീവിത സാഹചര്യങ്ങൾ, ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും നല്ല ദൃഢമായിട്ടുള്ള ബന്ധങ്ങൾ, ആത്മാർത്ഥമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നൊരു സിനിമ കൂടിയാണ് മധുരം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ആസ്വദിച്ച ആ സിനിമ കാണുമ്പോഴും ആ സിനിമ പറയുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പറയാത്ത ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നുകയുണ്ടായി. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. ശരിക്കും ഈ സിനിമയ്ക്ക് ശേഷം യഥാർത്ഥ റിലേഷൻഷിപ്പുകളെ കുറിച്ചും യഥാർത്ഥ പ്രണയത്തെക്കുറിച്ചും ചർച്ചകളൊക്കെ വരികയുണ്ടായി. പ്യുവർ ലവിനെ കുറിച്ച് ചർച്ചകൾ വരികയുണ്ടായി. ശരിക്കും ഈ പ്യുവർ ലവ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ലവ് എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ ആട്രിബ്യൂട്ട്സിനോടുള്ള നമ്മുടെ ഇഷ്ടത്തെയാണ് ശരിക്കും സ്നേഹം അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിനോടുള്ള നമ്മുടെ അട്രാക്ഷനെയാണ് ശരിക്കും ലവ് എന്ന് പറയുന്നത്. ശരിക്കും ഈ സിനിമ കണ്ടതിന് ശേഷം ഒരുപാട് പേര് പറയുന്നത് കേട്ടു, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ആണ്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നൊക്കെ. ശരിക്കും അതിനകത്ത് ഒരു ചെറിയ തിരുത്തലുണ്ട്. സ്നേഹമാണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം, ലവ് ആണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള കാര്യം. റിലേഷൻഷിപ്പ് എപ്പോഴും കണ്ടീഷണലാണ്. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തിയെ സ്നേഹിക്കുകയായിരിക്കും, ഒരു വ്യക്തിയോട് ആത്മാർത്ഥമായിട്ട് പ്രണയത്തിലായിരിക്കും. ആ വ്യക്തി പ്രണയം നടിക്കുകയാണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയാലേ അതൊക്കെ മനസ്സിലാവാൻ നമുക്ക് പറ്റുള്ളൂ, അതൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി, നിങ്ങൾ അമിതമായിട്ട് പ്രണയിക്കുന്ന വ്യക്തി നിങ്ങളൊരു റിലേഷൻഷിപ്പിലാവുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ റെസ്പെക്ട് ചെയ്യാതിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാത്തൊരു വ്യക്തി, നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളോട് പറയുകയാണ്, എനിക്ക് നിന്നോട് പ്രണയമാണ്, എനിക്ക് നിന്നോട് ഭയങ്കര പ്രണയമാണ്, എന്നിട്ട് എൻ്റെ ഇത്രയും പ്രണയമുള്ള, ആത്മാർത്ഥമായിട്ട് നിന്നെ പ്രണയിക്കുന്ന എന്നെ നീ സംശയിക്കുന്നു എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്? ഡിവോഴ്സ് ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല എന്നുള്ള രീതിയിൽ ഈ മൂവിയിൽ ജോജുവിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്. അപ്പോൾ ജോജുവിൻ്റെ കഥാപാത്രത്തിൻ്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ശരി തന്നെയാണ്. ജോജുവിൻ്റെ കഥാപാത്രം വളരെ തീവ്രമായിട്ട് പ്രണയത്തിലേക്ക് അവരുടെ എഫേർട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന വ്യക്തിയെ ഏറ്റവും നന്നായിട്ട് നോക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജോജു എന്നുള്ള ക്യാരക്ടർ. അപ്പോൾ ജോജു അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു അസ്വാഭാവികത ഇല്ല. എന്നാൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, ഒരുപാട് പേര് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിലൊക്കെ പെട്ട് കിടപ്പുണ്ട്. അപ്പോൾ അവർക്ക് ആ റിലേഷൻഷിപ്പിനെ മതിയാക്കി മുന്നോട്ട് പോകണം, മുന്നോട്ടുള്ള ജീവിതം കൊണ്ട് നയിക്കണം, ഒറ്റയ്ക്കെങ്കിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള പ്രേരണ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, അതിനുള്ള സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് വീണ്ടും പ്രണയത്തിലേക്ക് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതേ കാര്യം തന്നെയാണ് ഞാൻ ഇവിടെയും പറയുന്നത്. നിങ്ങളുടെ സ്നേഹം അൺകണ്ടീഷണൽ ആയിക്കോട്ടെ, നിങ്ങളുടെ ലവ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എപ്പോഴും കണ്ടീഷണൽ ആയിരിക്കണം. നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ നിങ്ങൾ നിബന്ധനകൾ വെക്കണം. എനിക്ക് ഈ പറയുന്ന പോലെ നിന്നിൽ നിന്നും റെസ്പെക്റ്റ് വേണം, എനിക്ക് നിന്നിൽ നിന്നും ട്രസ്റ്റ് വേണം, എനിക്ക് നിന്റെ ട്രസ്റ്റ് വളരെയധികം അത്യാവശ്യമാണ്, എനിക്ക് നീയുമായിട്ടുള്ള സെക്ഷൽ ഇൻറ്റിമസി വളരെയധികം അത്യാവശ്യമുള്ളൊരു കാര്യമാണ്, അതും ഈ റിലേഷൻഷിപ്പിൽ എനിക്ക് വേണ്ട ഒരു കാര്യമാണ് എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത എല്ലാ റിലേഷൻഷിപ്പിലും ഉള്ളത് തന്നെയാണ്. ഈ സിനിമയിൽ അതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. ജോജു പ്രണയിക്കുന്ന പെൺകുട്ടി ജോജുവിനോട് പറയുന്നുണ്ട്, എന്നെ വിട്ടിട്ട് പോകരുത്, എന്നെ ഒരിക്കലും ഉപേക്ഷിച്ച് പോകരുത് എന്ന്. അവിടെ ആ റിലേഷൻഷിപ്പിൽ അവരൊരു നിബന്ധന വെക്കുകയാണ്. ആ നിബന്ധന ജോജു അതേപടി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിക്കുന്നുമുണ്ട്. അപ്പോൾ വെറുതെ പറയുന്നത് മാത്രമല്ല, പ്രാവർത്തികമാക്കി കാണിച്ചാൽ കൂടി മാത്രമേ നിങ്ങളുടെ സ്നേഹം റിയൽ ആവുകയുള്ളൂ, നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാവുകയുള്ളൂ എന്നൊരു കാര്യവും കൂടെ ഈ സിനിമ പറയാതെ പറയുന്നുണ്ട്. ശരിക്കും ട്രൂ ലവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഒരുപാട് വർഷം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടി വരും. അത് വളരെ സമയമെടുത്ത് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ കൂടെ പറയുകയാണ്, ട്രൂ ലവ് എന്ന് പറഞ്ഞൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സമയമെടുക്കും. നമുക്ക് ആ ഒരു വ്യക്തിയെ നോക്കുമ്പോൾ, ആ ഒരു വ്യക്തിയോട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ എൻറ്റയർ യൂണിവേഴ്സ് നമുക്ക് ആ ഒരു വ്യക്തിയിൽ കാണാനായിട്ട് സാധിക്കും. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്താനായിട്ട് ഒരുപാട് തലത്തിൽ ആ വ്യക്തിയെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ഇതളുകൾ കടന്ന് ആ വ്യക്തിയിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട്. ഈ
സിനിമയിൽ ജോജു തൻ്റെ ഭാര്യയായിട്ടുള്ള പെൺകുട്ടിയോട് പറയുന്നുണ്ട്, തൻ്റെ പാർട്ണറായിട്ടുള്ള പെൺകുട്ടിയോട് പറയുന്നുണ്ട്, കാൽ നടന്ന് കിടന്ന ആ പെൺകുട്ടിയോട് നിന്നെ ഒരിക്കലും ഞാൻ ഉപേക്ഷിച്ച് പോകില്ല എന്ന് പറയുന്നുണ്ട്. ശരിക്കും നിന്നെ ഒരിക്കലും ഉപേക്ഷിച്ച് പോകില്ല എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്ന രണ്ട് വ്യക്തികൾക്കിടയിൽ ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു മര്യാദയാണ്. ബേസിക്കായിട്ട് അവരോട് കാണിക്കേണ്ട ഒരു മര്യാദയാണ്. അവർക്കൊരു സ്ട്രഗിൾ വരുമ്പോൾ, അവർക്കൊരു കഷ്ടപ്പാട് വരുമ്പോൾ അവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് അതിനെ അങ്ങനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ആത്മാർത്ഥമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനൊന്ന് അവസാനിപ്പിക്കുകയാണ്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, ഇത്തരത്തിലുള്ളൊരു ഉൾക്കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറയുന്നതാണ് ഷെയർ ചെയ്യാനായിട്ട്, ആരും ഷെയർ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേരിലേക്ക്. ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇത്തരത്തിലുള്ള കണ്ടന്റുമായിട്ട് മുന്നോട്ട് വരാനായിട്ട് എന്നെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ കണ്ടന്റുമായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഇൻസൈറ്റുകളുമായിട്ട് ഞാൻ ഉടനെ തന്നെ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.